എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. വളരെ സ്കോറിംഗ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്നത്. ആ ഇൻറ്റഗ്രൽസിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാതെ നേരെ ക്ലാസ്സിലേക്ക് കയറാം. കാരണം കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ ഒന്നും തികയത്തില്ല. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുടെ ഒരു കളക്ഷൻ എന്ന രീതിയിൽ കണ്ടാൽ മതി. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് നിങ്ങൾ കാണാൻ പോകുന്ന ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്തുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻറ്റഗ്രൽസ് പ്രധാനമായും രണ്ടായി തിരിച്ചിട്ടുണ്ട്: ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രലും ഡെഫിനിറ്റ് ഇൻറ്റഗ്രലും. ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞ് ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് അഥവാ ആർബിട്രറി കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, അഥവാ ലിമിറ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽസ്. എന്താണ് ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്നത്? ഇൻറ്റഗ്രൽസ് ഈസ് ദ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ, അല്ലേ? റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻഷിയേഷൻ. ഡിഫറൻഷിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ്. അപ്പം ഡെറിവേറ്റീവിൻ്റെ റിവേഴ്സിനെ നമുക്ക് മറ്റൊരു പേരിട്ട് വിളിക്കാം. എന്താണ്? ആൻറ്റി ഡെറിവേറ്റീവ്. അപ്പം ആൻറ്റി ഡെറിവേറ്റീവ് അതിനെ ആൻറ്റി ഡെറിവേറ്റീവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രിമിറ്റീവ്. അപ്പോൾ റിവേഴ്സ് പ്രോസസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയാം, ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രിമിറ്റീവ് എന്ന് പറയാം. ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അതെങ്ങനെയാണ്? ശ്രദ്ധിച്ചിരിക്കുക. ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ജി ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ് ജി ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന പ്ലസ് അപ്പുറം പോയാൽ മൈനസ് ആവും, മൈനസ് ഈക്വൽ സൈൻ്റെ അപ്പുറം പോയാൽ പ്ലസ് ആവും, ഇൻറ്റു അപ്പുറം പോയാൽ ഡിവിഷൻ ആവും. അതേപോലെ തന്നെ ഓർത്ത് വയ്ക്കുക, ഡെറിവേറ്റീവ് ഈക്വൽ സൈൻ്റെ അപ്പുറം പോയാൽ ഇൻറ്റഗ്രൽ ആവും. ഡെറിവേറ്റീവ് ഈക്വൽ സൈൻ്റെ അപ്പുറം പോയാൽ എന്താവും? ഇൻറ്റഗ്രൽ ആവും. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ത് കിട്ടും? ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. ഇൻറ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. അതായത് ഈ ഡി അപ്പുറം പോയപ്പോൾ ഇൻറ്റഗ്രലായി, ബൈ ഡി എക്സ് ഇങ്ങോട്ട് പോയി ഇൻറ്റു ഡി എക്സ് ആയി. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, ഈ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ജി ഓഫ് എക്സ് ആണെങ്കിൽ ആ ജി ഓഫ് എക്സിൻ്റെ ഇൻറ്റഗ്രലാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഇൻറ്റഗ്രേഷൻ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സി ആഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഡിഫറൻഷിയേഷൻ അപ്പുറം പോയാൽ ഇൻറ്റഗ്രേഷൻ ആവും, തിരിച്ച് ഇൻറ്റഗ്രൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിഫറൻഷിയേഷൻ ആവണമല്ലോ. സോ ഇൻറ്റഗ്രൽ ഇപ്പുറത്തേക്ക് ഡിഫറൻഷിയേഷൻ്റെ രൂപത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് മേ ബി അവിടെ ഉണ്ടാവാം. ആ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്തായി പോവും? 0 ആയി പോവും. ബാക്കി എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, അതുകൊണ്ട് ഇത്ര ആലോചിച്ചാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന സാധനമാണ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ഡെറിവേറ്റീവ് അപ്പുറം പോയാൽ ഇൻറ്റഗ്രൽ. അപ്പോൾ ഇൻറ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ എക്സ് ആയിരിക്കും. അതിൻ്റെ കൂടെ ഒരു ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സി ആഡ് ചെയ്യുന്ന കാര്യം മറന്നു പോരുത്. എപ്പോഴൊക്കെ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നുണ്ടോ അന്നേരം എല്ലാം ഇൻറ്റഗ്രേഷൻ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? ആർബിട്രറി കോൺസ്റ്റൻറ്റ് കൂട്ടണം. അത് മറന്നു പോരുത് കേട്ടോ. സോ ഇപ്പം വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇത്രയും ആലോചിച്ചാൽ മതി. ഇപ്പം ഇൻറ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇങ്ങനെ വരുവാണെന്ന് വിചാരിക്കാം. അതായത് ഈ ഇൻറ്റഗ്രൽ സിമ്പലിനും വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ ആണ് ഡി എക്സ് എന്ന് പറയുന്നത്. വിത്ത് റെസ്പെക്ട് ടു വേരിയബിളിനും ഇടയ്ക്ക് കിടക്കുന്ന ആൾ ആരാണ്? ഇവിടെ സീക്ക് സ്ക്വയർ എക്സ് ആണ്, അല്ലേ? ഈ സീക്ക് സ്ക്വയർ എക്സ് ആണ് ഇൻറ്റഗ്രലിനും വിത്ത് റെസ്പെക്ട് ടു വേരിയബിളിനും ഇടയ്ക്ക് നിൽക്കുന്ന ആൾ. അത് ആരുടെ ഡെറിവേറ്റീവ് ആണോ അതാണ് ഈ ഇൻറ്റഗ്രലിൻ്റെ ഉത്തരം. ആരുടെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ്? ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ ഈ ഇൻറ്റഗ്രലിൻ്റെ ആൻസർ എന്തായി? ടാൻ എക്സ് ആയി. ഒരു ബേസിക് ഐഡിയ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിവേ നമുക്ക് പ്രോബ്ലംസിലേക്ക് കയറുന്നതിന് മുൻപ് റിസൾട്ടുകളെല്ലാം പരിചയപ്പെടണം. എല്ലാ റിസൾട്ടുകളും കഷ്ടപ്പെട്ട് സ്ലൈഡിനകത്താക്കിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് കണ്ട് ഫോളോ ചെയ്ത് റിസൾട്ടുകളെല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. എഴുതി പഠിച്ചാൽ നമ്മുടെ മനസ്സിലത് നിൽക്കും.
നോക്കിക്കോ, ഇത് കണ്ട് പേടിക്കേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഒന്ന് മെൻഷൻ ചെയ്യുന്നുവെന്ന് മാത്രം. ഇതിലധികം റിസൾട്ടുകളുണ്ട്. പക്ഷെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്, ഞാൻ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് എന്ന് പറഞ്ഞ് ഒരെണ്ണം ഞാൻ സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ്, അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ഇത് എപ്പോഴും ഓരോ ചോദ്യത്തിലും ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന ആൾക്കാരാണ് ഇവന്മാരൊക്കെ. അത് ഞാൻ 6 എണ്ണം സെപ്പറേറ്റ് തരുന്നുണ്ട്. അല്ലാതെ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ, ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് എക്സ് റൈസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു n+1/n+1 + c. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ പറയുന്ന x² x³ ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ x² ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്ത് വരും? എക്സ് റൈസ് ടു n+1/n+1 ആണ്. 2 + 1 3 വരും, താഴെയും 3 വരും, +c. ഓക്കെ. പിന്നെ 1/x ഇൻ്റഗ്രൽ log x, കാരണം log x ഡെറിവേറ്റീവ് ആണ് 1/x. ഇൻ്റഗ്രലും ഡെറിവേറ്റീവും ഒരേ ഉത്തരം കിട്ടുന്ന ആൾ e⁻x. ഡിഫറൻഷ്യേറ്റ് ചെയ്താലും e⁻x തന്നെ, e⁻x ഇൻ്റഗ്രേറ്റ് ചെയ്താലും e⁻x തന്നെ. അടുത്തത് a⁻x ഇൻ്റഗ്രൽ. a⁻x ഡെറിവേറ്റീവ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. a⁻x ഇൻറ്റു log a ആണ് a⁻x ഡെറിവേറ്റീവ്. a⁻x ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് a⁻x/log a ആണ് കേട്ടോ. a⁻x ഇൻ്റഗ്രൽ എന്താണ്? a⁻x log a ആണ്. sin x ഇൻ്റഗ്രൽ -cos x, cos x ഇൻ്റഗ്രൽ sin x, tan x ഇൻ്റഗ്രൽ log sec x, cot x ഇൻ്റഗ്രൽ log sin x, sec x ഇൻ്റഗ്രൽ log sec x + tan x, cosec x ഇൻ്റഗ്രൽ log cosec x - cot x, sec² x ഇൻ്റഗ്രൽ tan x, cosec² x ഇൻ്റഗ്രൽ -cot x, sec x tan x ഇൻ്റഗ്രൽ sec x, cosec x cot x ഇൻ്റഗ്രൽ -cosec x. ഓക്കെ, എല്ലാം പഠിക്കേണ്ട റിസൾട്ടുകളാണ്. എനിവേ, നിങ്ങളുടേതായ സമയമെടുത്ത് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, പക്ഷേ ഇതുവരെ പഠിക്കാത്തതുമായ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് എടുത്തെടുത്ത് പറയുന്നത്. ഈ റിസൾട്ടുകളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് കയറാൻ, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ, ഇപ്പോൾ റിസൾട്ട് ആദ്യം ഒന്ന് എഴുതി ഒരു പേപ്പറിലാക്കി വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ ഇൻ്റഗ്രൽസിൻ്റെ റിസൾട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇൻ്റഗ്രൽസ് ഒഴിവാക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇൻ്റഗ്രൽസ് ഒഴിവാക്കിയാൽ ഏകദേശം ഒരു 10 മാർക്കോളം പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് തുല്യമാണ്. 10 മാർക്ക് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ഇൻ്റഗ്രൽസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽസിൻ്റെ നോളജ് ആവശ്യമുള്ള 2 ചാപ്റ്റർ അതിന് ശേഷം കിടപ്പുണ്ട്. ഏതൊക്കെയാണ്? ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. ഇൻ്റഗ്രൽ പഠിക്കാത്തൊരു കുട്ടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ സെലക്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് പോകാമെങ്കിലും ഇൻ്റഗ്രൽസിൻ്റെ ഒരു അടിസ്ഥാന ധാരണ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അത് പഠിക്കാൻ. ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ചോദ്യങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചാണ് സോൾവ് ചെയ്യുന്നത്, അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഒരു 3 ചാപ്റ്ററിൽ നിന്നുള്ള മാർക്കുകൾ, അതായത് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് 4 മാർക്കാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷന് 4 മാർക്കാണ്, 4 4 8. ഇത് ഏകദേശം 10 മാർക്ക് ഇൻ്റഗ്രൽസിന് പ്രതീക്ഷിക്കുക. ഏകദേശം ഒരു 18 മാർക്ക് ഒഴിവാക്കുന്നതിന് തുല്യമാണ് ഇൻ്റഗ്രൽസ് പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് വൃത്തിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനിയും വൈകിട്ടില്ല. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ ഇനിയും സമയമുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇനി സം സ്പെഷ്യൽ റിസൾട്ടുകളാണ്. അപ്പോൾ അതിനകത്ത് ഈ ടിക്ക് ഇടുന്നവന്മാരെ ഒരിക്കലും ഒഴിവാക്കരുത്, സ്ഥിരം വരുന്നതാണ്. ഇൻ്റഗ്രൽ dx/x² + a² എന്ന് പറഞ്ഞാൽ 1/a tan ഇൻവേഴ്സ് x/a ആണ്. ഇൻ്റഗ്രൽ dx/x² - a² എന്ന് പറഞ്ഞാൽ 1/2a log mod x - a/x + a + c. ഇൻ്റഗ്രൽ 1/a² - x² എന്ന് പറഞ്ഞാൽ 1/2a log a + x/a - x + c. ഇൻ്റഗ്രൽ dx/√a² - x² sin ഇൻവേഴ്സ് x/a + c. ഇനി ഇൻ്റഗ്രൽ 1/√x² - a² log of x + √x² - a² + c. ഇൻ്റഗ്രൽ dx/√x² + a² log of x + √x² + a² + c. ഇനി നമുക്കറിയാവുന്ന സാധനമാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/√1 - x². അപ്പോൾ 1/√1 - x² ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ്. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് -1/√1 - x². അപ്പോൾ -1/√1 - x² ഇൻ്റഗ്രൽ കോസ് ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1/1 + x². അപ്പോൾ 1/1 + x² ഇൻ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ്. സിമിലർലി ബാക്കിയുള്ള 3 പേര് വലിയ പ്രാധാന്യമില്ല. അടുത്ത നോക്കിക്കോ, ഈ ആദ്യത്തെ 3 എണ്ണം ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അത് നല്ല രീതിയിൽ നോക്കുക കേട്ടോ. പിന്നെ ബേസിക്സ് തിയറംസ് ഓൺ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2 ഫങ്ഷൻസ് ആഡ് ചെയ്യുന്ന രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഒരു f(x)
പ്ലസ് ആവാം മൈനസ് ആകാം ഒരു ജി ഓഫ് എക്സ് ഡി എക്സ് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ യുമാർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഓർ മൈനസ് ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് രണ്ടുപേർക്കും ഇൻ്റഗ്രൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ കോസ് എക്സ് പ്ലസ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇങ്ങനെ വരികയാണെന്ന് വെച്ചോളൂ. രണ്ടുപേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ എക്സ്. സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ടാൻ എക്സ് പ്ലസ് സി. ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? സോ ആ ഒരു ബേസിക് ഐഡിയ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കോൺസ്റ്റൻറ്റും ഫംഗ്ഷനും ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ കോൺസ്റ്റൻറ്റിനെ പുറത്ത് നിർത്തി ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു സി ഇൻറ്റു ഒരു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ സി അങ്ങോട്ട് പുറത്ത് നിർത്തിയിട്ട് ആ എഫ് ഓഫ് എക്സിനെ മാത്രം എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇപ്പം ഇൻ്റഗ്രൽ സി ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. സിക്ക് പകരം നമുക്കൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കാം. ഒരു 5 വല്ലതും കൊടുക്കാം. 5 സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരികയാണ്. അങ്ങനെയാണെങ്കിൽ 5 പുറത്തോട്ട് നിർത്തിയിട്ട് എന്ത് മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യാം? സീക്ക് സ്ക്വയർ എക്സ് മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സി. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? ഇനി നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഇൻ്റഗ്രൽസിലെ റിസൾട്ടുകൾ നിങ്ങൾ നോക്കിക്കോളൂ. ഏതൊക്കെയാണ്? ഒന്ന്, ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് സി ആണ്. ഇൻ്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3 ആണ്. റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇൻ്റഗ്രൽ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2/3 എക്സ് റൈസ് ടു 3/2 ആണ് കേട്ടോ. റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണോ? 2/3 എക്സ് റൈസ് ടു 3/2. അടുത്ത 1 റൂട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ 1 റൂട്ട് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ 2 ഇൻറ്റു റൂട്ട് എക്സ് ആണ്. 2 ഇൻറ്റു റൂട്ട് എക്സ്. അത് പഠിച്ചു വയ്ക്കാം നല്ലപോലെ. അടുത്തത് 1 എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ -1 ആണ് ആൻസർ വരിക. കാരണം 1 എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് -1 എക്സ് സ്ക്വയർ. ഇപ്പോൾ 1 എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ -1 എക്സ് പ്ലസ് സി വരും. ഇത് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആണ്, എപ്പോഴും വരുന്നതാണ് കേട്ടോ. നമുക്ക് പതിയെ ക്വസ്റ്റ്യൻസിലേക്ക് കയറാം. നോക്കിക്കോളൂ. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 4 പ്ലസ് 3x² -8x പ്ലസ് 7. ശ്രദ്ധിച്ച് ആൻസർ ചെയ്ത് തുടങ്ങാം. എക്സ് റൈസ് ടു 4ൻ്റെ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 5/5. എക്സ് റൈസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ അറിയാം. എക്സ് റൈസ് ടു n+1/n+1 ആണ്. പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2. തൊട്ടിപ്പുറത്ത് ഫ്രീക്വൻ്റ്ലി യൂസ്ഡിൽ പറഞ്ഞു എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് ആണ്. ഓക്കെ. അപ്പം ഇൻ്റഗ്രൽ എ ഡി എക്സ് എന്ന് വരികയാണ്. വേർ എ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതിനെ നമുക്ക് എ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് എഴുതാം. ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് ആണെന്ന് ഇവിടെ ഫ്രീക്വൻ്റ്ലി യൂസ്ഡിൽ പറഞ്ഞു. ആദ്യത്തെ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ എ ഇൻറ്റു എക്സ് എന്ന് വരും പ്ലസ് സി. അതായത് ഇൻ്റഗ്രൽ 7x എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 7 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ 7 ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ 7x ആയിരിക്കും. ആൻസർ എന്തായിരിക്കും? 7x പ്ലസ് സി ആയിരിക്കും. ഇൻ്റഗ്രൽ 5 ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 5x പ്ലസ് സി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രൽ 7 ഡി എക്സ് എന്ന് പറഞ്ഞാൽ 7x പ്ലസ് സി. ഇവിടെ നമുക്ക് 3ഉം 3ഉം വെട്ടാം. 2ഉം 8ഉം കൂടെ വെട്ടി 4 എന്ന് എഴുതാം. അപ്പോൾ ആൻസർ എന്ത് വരും? എക്സ് റൈസ് ടു 5 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 3ഉം 3ഉം പോയാൽ ബാക്കി എക്സ് ക്യൂബ് മൈനസ് 4x² പ്ലസ് 7x പ്ലസ് സി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇൻ്റഗ്രൽ 2x മൈനസ് 3 cos x പ്ലസ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്. നല്ലോണം ശ്രദ്ധിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തേ. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2. സംശയമില്ല. 3 ഇൻറ്റു കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ്. കാരണം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് തന്നെ. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞിട്ട് സി ആഡ് ചെയ്യുന്ന കാര്യം മറക്കരുത്. 2ഉം 2ഉം വെട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 3 സൈൻ എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് പ്ലസ് സി വരും ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇൻ്റഗ്രൽ x+1 ഇൻറ്റു x+2 dx. നോക്കിക്കേ.
സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ആദ്യമേ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, നേരിട്ട് അങ്ങോട്ട് കയറി ഇൻ്റഗ്രേറ്റ് ചെയ്യരുത്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സാവധാനം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു ടു 2x, 1 ഇൻറ്റു എക്സ് എക്സ്, 1 ഇൻറ്റു ടു 2. ബ്രാക്കറ്റ് ഓപ്പണിങ് എല്ലാവർക്കും അറിയാം അല്ലേ? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു ടു 2x, 1 ഇൻറ്റു എക്സ് എക്സ്, 1 ഇൻറ്റു ടു 2. ഇത്രയും എന്താണ്? ഡി എക്സ്. സോ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 2x എക്സും കൂടെ കൂട്ടി 3x പ്ലസ് 2 ഡി എക്സ്. ഓക്കെ ആണല്ലോ? ഇൻ്റഗ്രേറ്റ് ചെയ്ത് പറഞ്ഞേ. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3, 3 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ്, 2ൻ്റെ ഇൻ്റഗ്രൽ 2x ആവും. ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ സി ആഡ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ഓക്കെ, ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം 1 മാർക്കിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ടാൻ സ്ക്വയർ എക്സ് മറ്റു പല ചോദ്യങ്ങളായാലും നമ്മൾ ചെയ്ത് വരുമ്പോൾ ഏറ്റവും അവസാനം ഇങ്ങനെ വന്ന് നിൽക്കും, ഇൻ്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് എന്നൊക്കെയുള്ള രൂപത്തിൽ വന്ന് നിൽക്കും. അന്നേരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ നമുക്കറിയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ട്രിഗണോമെട്രിയിലെ വളരെ പ്രശസ്തമായ ഒരു ഇക്വേഷനാണ്. അപ്പോൾ അവിടുന്ന് എന്ത് എഴുതാം നമുക്ക്? ടാൻ സ്ക്വയർ എക്സ് എവിടെ കണ്ടാലും നമുക്ക് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് കൊടുക്കാം. ശരിയല്ലേ? ടാൻ സ്ക്വയർ എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് കൊടുക്കാം. അപ്പോൾ ആ ടാൻ സ്ക്വയർ എക്സ് കാണുന്ന സ്ഥലത്തോട്ട് ഞാൻ എന്ത് കൊടുക്കാൻ പോവാ? സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 കൊടുക്കാൻ പോവാണ്. അത്രയും ഡി എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ. എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ്? ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ടാൻ എക്സ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1, അപ്പോൾ 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് പ്ലസ് സി. ഇത് നന്നായിട്ട് പഠിച്ചോണേ. ടാൻ സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ടാൻ എക്സ് മൈനസ് എക്സ് പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. ഒരു ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ഈ രൂപത്തിലാണ് ചോദ്യം വരുന്നതെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ്, ഈ രൂപത്തിലാണ് ചോദ്യമെങ്കിൽ ആൻസർ വരുന്നത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ആരാ? എഫ് ഓഫ് എക്സ് ആണ് പ്ലസ് സി. ഇതായിരിക്കും ആൻസർ. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ പ്ലസ് സി ആയിരിക്കും ആൻസർ. യെസ്, സോറി, ഇവിടെ ഈ ചോദ്യം അല്ല, ഈ ഫോർമാറ്റിൽ വന്ന ചോദ്യമല്ല. പെട്ടെന്ന് കണ്ടപ്പോൾ അതുപോലെ തോന്നി. ഇവിടെ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഞാൻ എന്തായാലും ഫോർമാറ്റ് പറഞ്ഞ സ്ഥിതിക്ക് അത് വെറുതെ ആവണ്ട, അതിൻ്റെ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഈ ഫോർമാറ്റ് അവസാനം ചോദ്യം വരുന്നുണ്ട്. ഈ ചോദ്യം കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് അതേപോലെ തോന്നി. ഇവിടെ ഇ റൈസ് ടു എക്സ് ഇല്ല, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. എങ്കിലും ഇത് എഴുതിയ സ്ഥിതിക്ക്, പഠിച്ച സ്ഥിതിക്ക് അത് ചെയ്തിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. ഇൻ്റഗ്രൽ ചോദ്യം ഇതാണ്, ഇ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1/x ഡി എക്സ്. ഇതാണ് ചോദ്യം എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു, എടാ നോക്കിക്കേ, ഒരു ഫംഗ്ഷൻ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണെങ്കിൽ എടാ 1/x അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ആയിരിക്കും. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ആരാ? എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആരാ? ലോഗ് എക്സ് പ്ലസ് സി. ഒരു ഉദാഹരണം നോക്കി, ഒരു ഉദാഹരണം കൂടെ നോക്കാം. രണ്ടാമത്തെ ഉദാഹരണം, ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ആൻസർ പറഞ്ഞേ. ടാൻ ഇൻവേഴ്സ് എക്സ് എഫ് ഓഫ് എക്സ് ആയിട്ട് എടുത്താൽ ആ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് വന്നു കഴിഞ്ഞാൽ
ആൻസർ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആരാ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി വരും ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സംഭവം സെറ്റല്ലേ? അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ടും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഇനി ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഇൻ്റഗ്രൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മതി. സീക്ക് എക്സ് ഇൻറ്റു സീക്ക് എക്സ് എന്ത് വരും? സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ത് വരും? സീക്ക് എക്സ് ടാൻ എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് പറഞ്ഞ ആൻസർ ആരുടെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ്? ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ സീക്ക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ ആരാ? ടാൻ എക്സ്. ഓക്കെ, ആരുടെ ഡെറിവേറ്റീവ് ആണ് സീക്ക് എക്സ് ടാൻ എക്സ്? സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ സീക്ക് എക്സ് ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ആരാ? സീക്ക് എക്സ് പ്ലസ് സി. ആൻസറായി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിക്കോ. ഇൻ്റഗ്രൽ ഇ റൈസ് ടു 2x പ്ലസ് 3 dx. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. ഇ റൈസ് ടു എ എക്സ് പ്ലസ് ബി വന്നു കഴിഞ്ഞാൽ ആൻസർ ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഇ റൈസ് ടു എക്സ് പ്ലസ് ബി, എക്സിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യ താഴെ ഹരിക്കണം, പ്ലസ് സി. ഇങ്ങനെ വേണമെങ്കിൽ ഒരു റിസൾട്ടായിട്ട് ഓർത്ത് വയ്ക്കാം, അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് പറയാം ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇ റൈസ് ടു 2x പ്ലസ് 3 തന്നെയാണ് ആൻസർ വരിക. ഇനി ചെയിൻ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേഷനകത്ത് അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് പഠിച്ചത്. അപ്പം ഡിഫറൻഷിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ് ആണല്ലോ ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ ഡിഫറൻഷിയേഷനിൽ മൾട്ടിപ്ലൈ ചെയ്ത സാധനം ഇൻ്റഗ്രേഷൻ വരുമ്പോൾ എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ്റെ റിവേഴ്സ് പ്രോസസ് ഡിവിഷൻ ആയിരിക്കും ചെയ്യേണ്ടത്. അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ 2x പ്ലസ് 3. 2x പ്ലസ് 3യുടെ ഡെറിവേറ്റീവ് എന്താണ്? 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, പ്ലസ് 3യുടേത് 0. അൾട്ടിമേറ്റ്ലി 2. ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. ആ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യ താഴെ എഴുതിയാൽ മതി. അതാണ് റിസൾട്ടായിട്ട് ഞാൻ സൈഡിൽ തന്നത്. അപ്പോൾ എനിവേ ചെയിൻ റൂൾ പ്രകാരം ഓർത്തിരിക്കുക. ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ പ്ലസ് എന്ത് ചെയ്യുക? സി ആഡ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം 1 മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ടൈപ്പിലേക്ക് നമ്മൾ കയറുകയാണ്. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എടാ, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ നോക്കുമ്പോൾ ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പരിസരത്തുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുക. അതായത് ഈ ചോദ്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇയാളെയാണ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/1 പ്ലസ് എക്സ് സ്ക്വയറാണ്. അത് പരിസരത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവാം. ചെയ്യുന്നത് ഇങ്ങനെയാണ്. ടാൻ ഇൻവേഴ്സ് എക്സിന് ഒരു ടി എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് സാധനം? ഡി ടി ബൈ ഡി എക്സ് ആണ്. ഡി എക്സ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി. ഇത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റണേ. രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. വേരിയബിൾ എക്സ് ആയതുകൊണ്ട് ഡി എക്സ് കൂടെ എഴുതുക. ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഡി ടി എന്ന് എഴുതുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കണേ. ഇനി നിങ്ങൾ നോക്ക്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സിന് പകരം ഞാൻ ടി എന്ന് തന്നെ കൊടുക്കുന്നു. ആ പറയുന്ന 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് അല്ലേ? 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്തായി മാറും? ഡി ടി ആയിട്ട് മാറും. ശരിയാണല്ലോ? ഞാനതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ 1/1 പ്ലസ് എക്സ് സ്ക്വയർ, മുകളിലൊരു 1 ഉണ്ട്, താഴെ 1 പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്. ആ 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്തായിട്ട് മാറും? ഡി ടി ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോൾ സൈൻ ടിയുടെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് ടി പ്ലസ് സി. ഇനി ടിക്ക് പകരം നമ്മൾ കയ്യിൽ നിന്നിട്ട് കൊടുത്ത വാല്യൂ ആണ് ടി. അത് തിരിച്ചു കൊടുക്കണം എക്സിൻ്റെ ടേംസിൽ. ടിക്ക് പകരം എന്ത് കൊടുക്കുക? ടാൻ ഇൻവേഴ്സ് എക്സ് തിരിച്ചു കൊടുക്കുക. അപ്പോൾ മൈനസ് കോസ് ടി കാണുന്ന സ്ഥലത്തോട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് തിരിച്ചു കൊടുക്കുന്ന കാര്യം മറക്കരുത്. പ്ലസ് സി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സംഭവം സെറ്റാന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ചോദ്യം. ഇൻ്റഗ്രേറ്റ് 1 പ്ലസ് ലോഗ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്. നോക്കിക്കോ, ചോദ്യം ഇതാണ്. ഇൻ്റഗ്രൽ
1 പ്ലസ് ലോഗ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഡി എക്സ്. ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ 1 പ്ലസ് ലോഗ് എക്സിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഒരു ടി എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക, 1ൻ്റെ ഡെറിവേറ്റീവ് 0, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ഡി എക്സ് ഇസ് ഈക്വൽ ടു ടി ടി എന്ന് വരും. ശരിയാണല്ലോ. അപ്പോൾ വേണ്ട 1/x ഡി എക്സിന് പകരം ഡി ടി കൊടുക്കാം, 1 പ്ലസ് ലോഗ് എക്സിന് പകരം ടി കൊടുക്കാം. ചോദ്യം പൂർണ്ണമായിട്ട് ടിയിലേക്ക് മാറും. ശരിയല്ലേ. ഇൻ്റഗ്രൽ 1 പ്ലസ് ലോഗ് എക്സ് എന്ന് പറയുന്നത് ടി, അതിന് സ്ക്വയർ ഉണ്ട്. 1/x ഡി എക്സ് എന്തായി മാറി, ഡി ടി ആയിട്ട് മാറി. ടി സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ t³ 3 പ്ലസ് സി. ശരിയാണല്ലോ. ടി സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും, t³ 3 പ്ലസ് സി. x⁻n x⁻n+1/n+1 ആണ്. ഇനി ടിക്ക് പകരം നമ്മൾ ആരെ തിരിച്ചു കൊടുക്കുക, ഈ പറയുന്ന 1 പ്ലസ് ലോഗ് എക്സ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും, 1 പ്ലസ് ലോഗ് എക്സിൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി വരും ആൻസർ. ഓക്കെ അല്ലേ. 1 പ്ലസ് ലോഗ് എക്സിൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി വരും ആൻസർ. സംഭവം ശരിയാണെന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ. അടുത്ത ചോദ്യം നോക്കിയോളൂ. ഇൻ്റഗ്രേറ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ √1 - x² എന്നാണ് ചോദ്യം. അതായത് ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ √1 - x² ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ 1/√1 - x². അത് പരിസരത്തുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം ഞാൻ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√1 - x² ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. ശരിയല്ലേ. അപ്പോൾ ഈ ചോദ്യം എങ്ങനെ മാറും, ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ടി ആയി 1/√1 - x² ഡി എക്സ് എന്നുള്ളത് ഡി ടി ആയി. ടിയുടെ ഇൻ്റഗ്രൽ എന്താ, t² ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. ടിക്ക് പകരം തിരിച്ച് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, സൈൻ ഇൻവേഴ്സ് എക്സ് തിരിച്ചു കൊടുക്കുന്ന കാര്യം മറന്നു പോകരുത്. സോ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി വിൽ ബിക്കം ദി ഫൈനൽ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാം പെട്ടെന്ന് മാർഗം അടിച്ചു പോകാവുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് x² ഡി എക്സ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. വളരെ പെട്ടെന്ന് ആൻസർ പറയാവുന്ന ക്വസ്റ്റ്യനാണ്. ഒരു ഫോർമറ്റ് പഠിച്ചു വെക്കാനാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ തരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമറ്റ്. എന്താണ് ആ ഫോർമറ്റ് എന്ന് പറയുന്നത്, ഒരു നോട്ടായിട്ട് നമുക്ക് എഴുതി വയ്ക്കാം. ഇൻ്റഗ്രൽ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഫംഗ്ഷൻ താഴെ വരുവാണെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ആയിരിക്കും. ലോഗ് മോഡ് f(x) ആയിരിക്കും പ്ലസ് സി. അതായത് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ആയിരിക്കും. ഓക്കെ, എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വന്നാൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ആയിരിക്കും. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇങ്ങനെ വരുവാണെന്ന് വിചാരിക്കുക. ഇൻ്റഗ്രൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് മുകളിൽ എഴുതാം, സൈൻ എക്സ് താഴെ എഴുതാം. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ആൻസർ എന്തായിരിക്കും, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ നിൽക്കുന്നത്. ലോഗ് മോഡ് ഡിനോമിനേറ്റർ ആരാ, സൈൻ എക്സ് ആയിരിക്കും പ്ലസ് സി. കോസ് എക്സ് ബൈ സൈൻ എക്സ് ആരാടാ, കോട്ടെക്സ് അല്ലേ. അപ്പോൾ ഒരു ഇൻ്റഗ്രൽ പഠിച്ചല്ലോ. ഇത് സ്ഥിരം ചോദിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റനാണ്. കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് സൈൻ എക്സ് സ്ഥിരം 1 മാർക്ക് ക്വസ്റ്റനാണ്. അത് നോട്ട് ചെയ്ത് പഠിക്കുക. കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് സൈൻ എക്സ്. അത് ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് പെട്ടെന്ന് പറയാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ. ഇൻ്റഗ്രൽ ഒരു സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് ഡിവൈഡഡ് ബൈ സീക്ക് എക്സ് ഇങ്ങനെയാണെന്ന് വെച്ചോളൂ. നിങ്ങൾ നോക്കിക്കേ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടോ നോക്കിക്കേ. ഡിനോമിനേറ്റർ ആരാ, സീക്ക് എക്സ്. അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ ഈ കാണുന്ന സീക്ക് എക്സ് ടാൻ എക്സ്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ ആൻസർ എന്തെഴുതാം, ലോഗ് ഡിനോമിനേറ്റർ, ലോഗ് മോഡ് സീക്ക് എക്സ്. ശരിയാണല്ലോ, പ്ലസ് സി. എടാ, ഈ സീക്ക് എക്സും വെട്ടിക്കഴിഞ്ഞാൽ അവിടെ ബാക്കി നിൽക്കുന്ന ആളാരാ, ടാൻ എക്സ് അല്ലേ. അപ്പോൾ അടുത്തൊരു ഇൻ്റഗ്രൽ പഠിച്ചില്ലേ, ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ആരാ, ലോഗ് സീക്ക് എക്സ്. സ്ഥിരം ചോദിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻ. ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് സീക്ക് എക്സ്, കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് സൈൻ എക്സ്.
ഇതൊക്കെ പഠിച്ചോണം, ഇതൊക്കെ കാണാതെ പഠിച്ചു വെക്കേണ്ട സാധനമാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തി ഇതിൻ്റെ ഉത്തരങ്ങൾ പറയാം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. സോ വി ആർ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇഫ് യു ആർ ഒബ്സർവിങ് ക്ലോസ്ലി നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്? ഡിനോമിനേറ്ററിൽ കാണുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്. ഡിനോമിനേറ്ററിൽ കാണുന്നത് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഞാനൊന്ന് ഡെറിവേറ്റീവ് എടുക്കുകയാണേ. ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എടുത്താൽ 1ൻ്റെ ഡെറിവേറ്റീവ് 0, എക്സ് സ്ക്വയറിൻ്റെത് 2x. 0 പ്ലസ് 2x എന്താണ്? 2x. ഡെറിവേറ്റീവ് എടുത്തു, ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ന്യൂമറേറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ എഴുതാം. ലോഗ് മോഡ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ആരാ? 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് സി ആഡ് ചെയ്യുന്ന കാര്യം മറന്നു പോരുത് കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. മുമ്പേ പറഞ്ഞ അതേ ലോജിക്ക് പെട്ടെന്ന് ആൻസർ പറഞ്ഞ എല്ലാവരും. ഇൻ്റഗ്രൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഡെറിവേറ്റീവ് 0, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. 0 പ്ലസ് കോസ് എക്സ് എന്തുവാ? കോസ് എക്സ്. ഇയാളെ ന്യൂമറേറ്ററിൽ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ കണ്ടു. ആൻസർ എന്തായി? ലോഗ് മോഡ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ആരാ? 1 പ്ലസ് സൈൻ എക്സ് പ്ലസ് സി. സെറ്റല്ലേ? സെറ്റല്ലേ? ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് എക്സ്. ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫോർമാറ്റ് നമുക്ക് പഠിക്കണം. ആൻഡ് അനദർ നോട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്. റൂട്ടിനുള്ളിലാണ് ഫംഗ്ഷൻ വരുന്നതെങ്കിൽ, ഫംഗ്ഷൻ മാത്രമാണ് താഴെ വരുന്നതെങ്കിൽ നമുക്ക് ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം. ആൻസർ റൂട്ടിനുള്ളിലാണ് ഫംഗ്ഷൻ വരുന്നതെങ്കിൽ ആൻസർ 2 ടൈംസ് ഡിനോമിനേറ്റർ ആണ്. 2 ടൈംസ് ഡിനോമിനേറ്റർ ആണ്. ഇത് മറന്നു പോകരുത്. ഇങ്ങനെയാണ് ചോദ്യം വരുന്നതെന്ന് വിചാരിച്ചോളൂ. ഒരു ഉദാഹരണ ചോദ്യം നോക്കിയോളൂ. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ടാൻ എക്സ് ഡി എക്സ്. ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവായി സിക്സ് സ്ക്വയർ എക്സ് മുകളിലുണ്ട്. ഡിനോമിനേറ്ററിന് റൂട്ടും ഉണ്ടെങ്കിൽ 2 ടൈംസ് ഡിനോമിനേറ്റർ, 2 ടൈംസ് ടാൻ എക്സ് ആണ് ആൻസർ വരിക. 2 ടൈംസ് റൂട്ട് ടാൻ എക്സ് പ്ലസ് സി. പിടികിട്ടിയോ? പിടികിട്ടിയോ? അപ്പോൾ ഈ ഒരു ലോജിക്ക് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഡിനോമിനേറ്ററിൽ റൂട്ടിനുള്ളിലുള്ള ആളെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. റൂട്ടിനുള്ളിലുള്ളത് 1 പ്ലസ് കോസ് എക്സ് ആണ് അല്ലേ? 1 പ്ലസ് കോസ് എക്സ് ആണ്. അതിനെ ഒന്ന് ഡെറിവേറ്റീവ് എടുത്ത് നോക്കുന്നു. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ആൻസർ മൈനസ് സൈൻ എക്സ് ആണ് വരുന്നത്. എടാ മോളി സൈൻ എക്സേ ഉള്ളല്ലോ, പക്ഷെ മൈനസ് സൈൻ എക്സ് അല്ലേ വരേണ്ടത്? നമ്മുടെ അടുത്ത കളി ഒരു മൈനസ് അങ്ങ് ഇട്ട് കൊടുക്കും. അത് ബാലൻസ് ചെയ്യാൻ പുറത്തൊരു മൈനസ് കൊടുത്താൽ പോരെ? 2 മൈനസ് ചേർന്നാൽ പ്ലസ് ആയിക്കോളുമല്ലോ. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ നമുക്കറിയാം, ശരിയല്ലേ? സൈൻ എക്സിന് ഒരു മൈനസിൻ്റെ കുറവുണ്ട്. ഞാൻ ധൈര്യമായിട്ട് മൈനസ് കൊടുത്തു. ആ മൈനസിനെ ബാലൻസ് ചെയ്യാൻ പുറത്തൊരു മൈനസ് കൂടെ കൊടുത്താൽ മതി. 2 മൈനസ് ചേർന്ന് പഴയ പ്ലസ് തിരിച്ച് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ പുറത്തൊരു മൈനസ് മാറി നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ പക്ക ഫോർമാറ്റിലാണ് നിൽക്കുന്നത്. ഇൻ്റഗ്രൽ മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിന് റൂട്ടുണ്ട്. റൂട്ടിനകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ആരാ? 1 പ്ലസ് കോസ് എക്സ് അല്ലേ? 1 പ്ലസ് കോസ് എക്സ്. അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അത് മുകളിലുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള ആളുടെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്. ഡിനോമിനേറ്ററിന് റൂട്ടും ഉണ്ടെങ്കിൽ 2 ടൈംസ് ഡിനോമിനേറ്റർ വിൽ ബിക്കം ദ ആൻസർ അല്ലേ? 2 ടൈംസ് ഡിനോമിനേറ്റർ. മൈനസ് പുറത്ത് നിൽപ്പുണ്ട്. 2 ടൈംസ് ഡിനോമിനേറ്റർ ആരാ? റൂട്ട് 1 പ്ലസ് കോസ് എക്സ് പ്ലസ് സി. ക്ലിയർ? ലോജിക്ക് മനസ്സിലാക്കി പഠിക്കുക. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം 2 മാർക്ക് 1 മാർക്ക് ഒക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4. അപ്പോൾ ഞാൻ ഇൻ്റഗ്രൽസ് ഓഫ് സം സ്പെഷ്യൽ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ഇക്വേഷൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണിത്. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/a
ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി ആണ്. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താണ്? 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി ആണ്. സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ, 4നെ എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? 4നെ 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ കറക്റ്റ് ഫോർമാറ്റ് അല്ലേ? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 1/a എന്ന് പറയുമ്പോൾ 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് പറയുമ്പോൾ x/2. ക്ലിയർ? പ്ലസ് സി. ഇത്രയുള്ള ആൻസർ 1 മാർക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 4dx എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡുമായിട്ട് മുന്നോട്ട് പോകാം. ടാൻ എക്സിന് പകരം ഞാൻ ടി എന്ന് കൊടുക്കുന്നു. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഒരു ഡി എക്സേ ഉള്ളൂ കേട്ടോ, 2 dx ഇല്ല, ഒരു ഡി എക്സേ ഉള്ളേ. ഒരു ഡി എക്സ് അങ്ങ് മായിച്ചേക്കാം. യെസ്, ഒരു ഡി എക്സേ ഉള്ളൂ, 2 dx ഇല്ല. നോക്കിക്കോ. സോ ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 4dx ഇതാണ് ചോദ്യം. ടാൻ എക്സിന് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ടാൻ എക്സിന് ടി എന്ന് കൊടുക്കുന്നു. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് നമുക്ക് കിട്ടും. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സും ഡി എക്സും ചേർന്ന് ഡി ടി ആവും, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ടി ആവും. ടാൻ എക്സ് സ്ക്വയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ടിയും സ്ക്വയർ ചെയ്യണം, പ്ലസ് 4നെ ഞാൻ 2 സ്ക്വയർ എന്ന് എഴുതി. ഇതിപ്പോൾ റിസൾട്ട് രൂപത്തിലാണ്. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/2a ലോഗ് എക്സ് പ്ലസ് 1/2a അവിടെ ഉണ്ടായിരുന്നില്ല, ലോഗ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ഒരു സെക്കൻഡ് ഒന്ന് കറങ്ങി അടിച്ച് തിരിച്ചു വരാം. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇല്ല, 1/2a ഇല്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ശരി തന്നെ ദിസ് ഇക്വേഷൻ, ഞാനിപ്പോൾ ആരോ മാർക്ക് വരച്ച് കാണിച്ച ഇക്വേഷൻ. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ലോഗ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. സോ ആൻസർ വിൽ ബിക്കം ലോഗ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി അല്ലേ? ലോഗ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്തുവാ? ലോഗ് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ഇപ്പോൾ ഇവിടെ എന്ത് വരും? ലോഗ് ഓഫ് എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ ടി പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് സി. ഇനി ടിക്ക് പകരം തിരിച്ചാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ടാൻ എക്സ് തിരിച്ചു കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ലോഗ് ഓഫ് മോഡ് ടാൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് ടിക്ക് പകരം ടാൻ എക്സ്, അത് സ്ക്വയർ ചെയ്യുമ്പോൾ ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 ആണ് പ്ലസ് സി. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2. 3 മാർക്കിന് ഒരുപാട് പ്രാവശ്യം വന്ന ചോദ്യമാണ്. കറക്റ്റായിട്ട് ചെയ്ത് പഠിച്ചോണം. ഇവിടെ നമ്മൾ ഈ രീതിയിൽ ചോദ്യം വരികയാണെങ്കിൽ ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ പോളിനോമിയൽ 1 പോളിനോമിയൽ എന്നാണ് പറയുന്നത്, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2dx ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യും. എന്താണ് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ്? എന്താണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? മെത്തേഡ് ഇത്രയേ ഉള്ളൂ, ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ്. എന്ത്? ഒരാളെ എനിക്ക് കൂട്ടുകയും വേണം, ഒരാളെ എനിക്ക് കുറയ്ക്കുകയും വേണം. ആരെ? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്, എക്സിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യ, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ പകുതി
അതിൻ്റെ സ്ക്വയർ, എക്സിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ കൂട്ടുകയും വേണം കുറയ്ക്കുകയും വേണം. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഓക്കെ, ആ മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2. നോക്കിക്കോ, ആ 2 അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ കൂട്ടാം. എക്സിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യ 2 ആണ്. ഇപ്പം 2ൻ്റെ പകുതി അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ൻ്റെ പകുതി 1, 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 1 കൂട്ടുകയും വേണം, കൂട്ടി 1 ബാലൻസ് ചെയ്യാൻ കുറയ്ക്കുകയും വേണം. നേരത്തെ അവിടെ ഒരു +2 ഉണ്ടായിരുന്നു, അത് എഴുതുന്ന കാര്യം മറന്നു പോയത്. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ 3 പേര് ചേർന്നിട്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകുവാണ്. അത് മിനിമം ലോജിക്കുള്ള എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും ഇതെന്താ സാധനം, x+1 ഹോൾ സ്ക്വയറാണ്. ശരിയല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ആരാണ്? x+1 ഹോൾ സ്ക്വയറാണ് അല്ലേ? a+b ഹോൾ സ്ക്വയർ, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ, x+1 ഹോൾ സ്ക്വയർ, x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് 2ൽ നിന്ന് 1 കുറച്ച് 1, അത്രയും എന്താണ്? dx. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എഗെയിൻ നമുക്കൊരു റിസൾട്ട് രൂപത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ? എന്താണ്? ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി അല്ലേ? 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. റിസൾട്ട് അപ്ലൈ ചെയ്ത് പറഞ്ഞേ. 1/a എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് x+1 ആണ്, ഡിവൈഡഡ് ബൈ എയുടെ സ്ഥാനത്ത് 1 പ്ലസ് എന്ത് വരും? സി. 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെ, x+1/1 എന്ന് പറഞ്ഞാൽ x+1 തന്നെ. അപ്പോൾ ആൻസർ എന്തായി? ടാൻ ഇൻവേഴ്സ് x+1 പ്ലസ് സി വരും ആൻസർ. ക്ലിയർ അല്ലേ? ടാൻ ഇൻവേഴ്സ് x+1 പ്ലസ് സി വരും ആൻസർ. സംഭവം സെറ്റാണെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ √2x മൈനസ് എക്സ് സ്ക്വയർ dx എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റൂട്ടിനുള്ളിൽ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തണം. dx ഡിവൈഡഡ് ബൈ √. ഈ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതിന് ഒരു കണ്ടീഷനുണ്ട്. ഒന്ന്, എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആയിരിക്കണം. അതാണ് പ്രധാനപ്പെട്ട കണ്ടീഷൻ. പിന്നെ അത് ഈസി ആക്കണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യ ഈവൻ നമ്പറും ആയിരിക്കണം. ഇങ്ങനെ 2 കണ്ടീഷൻസാണ് പൊതുവേ പറയാറ്. ഈവൻ നമ്പർ അല്ലാന്നുണ്ടെങ്കിൽ മെത്തേഡ് ചെയ്യാം, പിന്നെ ഫ്രാക്ഷൻ ഇട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുമെന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എനിവേ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആയിരിക്കണം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. ആ സാധനം ഇങ്ങോട്ട് ഒന്ന് മാറ്റി ചെയ്യാം നമുക്ക്. 2x മൈനസ് എക്സ് സ്ക്വയർ ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഒരു മൈനസ് ഇങ്ങോട്ട് പുറത്തെടുത്താൽ എക്സ് സ്ക്വയർ മൈനസ് 2x എന്ന് എഴുതാം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയോളൂ. മൈനസ് ഉള്ളിലേക്ക് പോകുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ, മൈനസ് ഓഫ് മൈനസ് 2x തിരിച്ച് കിട്ടുന്നുണ്ട്. സോ മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2x. മെത്തേഡ് പറഞ്ഞേ. എക്സിൻ്റെ കൂടെ നിൽക്കുന്ന സംഖ്യ -2, -2ൻ്റെ പകുതി -1, -1ൻ്റെ സ്ക്വയർ 1. കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ പകുതിയുടെ സ്ക്വയർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് -2, -2ൻ്റെ പകുതി അതിൻ്റെ സ്ക്വയർ, -2ൻ്റെ പകുതി -1, -1ൻ്റെ സ്ക്വയർ 1. ആ 1 കൂട്ടുകയും ചെയ്തു, 1 കുറയ്ക്കുകയും ചെയ്തു. ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ, അത് മറന്നു പോകരുത്. ഓക്കെ, ഇനി ആദ്യത്തെ 3 പേര് ചേർന്നുകൊണ്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ പോവാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ്, ഇതെന്താ സാധനം? എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്താണ്? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. ശരിയല്ലേ? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. മൈനസ് എന്തുണ്ട്? ഒരു 1 ഉണ്ട്. ഇനി ഈ പുറത്ത് നിൽക്കുന്ന മൈനസ് ഉള്ളിലേക്ക് പോകുമ്പോൾ അകത്തുള്ള മൈനസുമായിട്ട് ചേർന്ന് അത് +1 ആവും. മൈനസ് എന്തുണ്ട്? എക്സ് മൈനസ് 1ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ വേണ്ട ഇയാളെ ചെയ്ത് നമ്മൾ വേണ്ട ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 2x മൈനസ് എക്സ് സ്ക്വയറിന് പകരം അതിനെ മാറ്റിക്കൊണ്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇനി എന്ത് കൊടുക്കാം? 1നെ വേണമെങ്കിൽ 1 സ്ക്വയർ എന്നും വിളിക്കാം. 1 സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കണം. ഓക്കെ, റിസൾട്ട് അപ്ലൈ ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റിയതാണേ. 1 സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 1ൻ്റെ ഹോൾ സ്ക്വയർ dx. ഇനി നമ്മുടെ റിസൾട്ട് പറഞ്ഞേ, ഏത് റിസൾട്ടിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്? ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ
റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ശരിയല്ലേ? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് റിസൾട്ട് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. സോ റിസൾട്ട് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഫൈനൽ ആൻസർ. സോ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് 1 ബൈ എയുടെ സ്ഥാനത്ത് 1 ആണ്. ബൈ 1ന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ. പ്ലസ് എന്ത് കൊടുത്താൽ മതി? സി. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1 പ്ലസ് സി ആണ് ആൻസർ വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യം കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇനിയിപ്പോൾ നമ്മൾ പതിയെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നിന്നും ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലേക്ക് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നിന്നും ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലേക്ക് കയറുവാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ അവിടെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. എ ടു ബി എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ഒരു എഫ് ഡാഷ് എക്സ് എന്നുള്ള ഫംഗ്ഷനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചോളൂ. എഫ് ഡാഷ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ആണ്, അത് നമുക്കറിയാം. എന്നിട്ട് നമ്മൾ ആ ലിമിറ്റ് കൊടുക്കുകയാണ്. എ മുതൽ ബി വരെ എന്ന രീതിയിൽ ലിമിറ്റ് കൊടുക്കും. ലിമിറ്റ് കൊടുത്തതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്ന സ്ഥലത്തോട്ട് ബി കൊടുക്കണം, എഫ് ഓഫ് ബി, മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്ന സ്ഥലത്തോട്ട് എ കൊടുക്കണം, എഫ് ഓഫ് എ. അപ്പം എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ് ഓവർ ദ ലിമിറ്റ് 4 to 5. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 5 കൊടുക്കണം, ഇ റൈസ് ടു 5. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 4 കൊടുക്കണം, ഇ റൈസ് ടു 4. ഇ റൈസ് ടു 5 മൈനസ് ഇ റൈസ് ടു 4 ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇൻ്റഗ്രൽ 2 to 3 1 by x dx. പെട്ടെന്ന് ആൻസർ പറയാമല്ലോ. 1 by എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് എക്സ്. കാരണം ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1 by x ഓവർ ദ ലിമിറ്റ് 2 to 3. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 3 കൊടുക്കുക, ലോഗ് 3. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 2 കൊടുക്കുക, ലോഗ് 2. ഇനി എന്താ അപ്ലൈ ചെയ്യുക? ലോഗ് എ മൈനസ് ലോഗ് ബി അപ്ലൈ ചെയ്യുക. ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ഡിവൈഡഡ് ബൈ ബി. ശരിയാണല്ലോ? അപ്പോൾ ഇതെന്ത് വരും? ലോഗ് 3 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സെറ്റല്ലേ? ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 0 to 1 by റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. എന്താണ് 1 by റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ? അപ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ആരുടെ ഡെറിവേറ്റീവ് ആണ് ഈ പറയുന്ന 1 by റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതാണ് ആദ്യം ആലോചിക്കേണ്ടത്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? 1 by റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. ശരിയല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1 by റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഈ 1 by റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ആരായിരിക്കും? സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെ? 0 മുതൽ 1 വരെ. എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 1 കൊടുക്കുക, സൈൻ ഇൻവേഴ്സ് 1. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുക, സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ പൈ ബൈ 2. സൈൻ 90 ആണ് 1. സൈൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0. പൈ ബൈ 2 എന്ന് 0 കുറച്ച് ആൻസർ എന്താണ്? പൈ ബൈ 2. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഇൻ്റഗ്രൽ 2 to 3 ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ ഒരു റിസൾട്ട് നമ്മൾ ഉപയോഗിക്കണം. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്തായിരുന്നു? 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. ഇതായിരുന്നു റിസൾട്ട്. സ്പെഷ്യൽ റിസൾട്ടിൽ വരുന്ന റിസൾട്ടാണ്. അപ്പോൾ ഇതും 2 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്താണ്? 1/2a ലോഗ് മോഡ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. സോ ആദ്യമേ റിസൾട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു. റിസൾട്ട് പ്രകാരം 1/2 ഇൻറ്റു എ 1 ആണ്. അപ്പോൾ അത് 2 തന്നെയാണ്. ലോഗ് മോഡ് എക്സ് മൈനസ് എ വാല്യൂ 1 എക്സ് പ്ലസ് എ വാല്യൂ 1. സി ആഡ് ചെയ്യേണ്ട, അതിന് പകരം ലിമിറ്റ് കൊടുത്താൽ മതി. 2 മുതൽ 3 വരെ ലിമിറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള രീതിയിൽ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 3 കൊടുക്കുക അല്ലേ?
1/2 ഇൻറ്റു ലോഗ് മോഡ് എക്സിന് 3 കൊടുത്താൽ 3 മൈനസ് 1/3 പ്ലസ് 1 എന്ന് വരും. മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് 2 കൊടുക്കുക. 1/2 ഇൻറ്റു ലോഗ് മോഡ് 2 മൈനസ് 1/2 പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് മോഡ് 3 1 കുറച്ച് 2, 3ൻ്റെ കൂടെ 1 കൂട്ടി 4 മൈനസ് 1/2 ഇൻറ്റു ലോഗ് 2 1 കുറച്ച് 1, 2 1 3. ഓക്കെ, രണ്ട് ടേംസിൽ നിന്നും 1/2 അങ്ങോട്ട് പുറത്തെടുക്കാം. ബാക്കി എന്തുണ്ട്? ലോഗ് 2 4 കൂടെ കട്ട് ചെയ്ത് എന്താക്കാം? 1/2 ആക്കാം. ശരിയല്ലേ? 2 4 കട്ട് ചെയ്ത് 1/2 ആക്കാം. 1/2 കോമൺ ആയിട്ട് പുറത്ത് വന്നിരുന്നു. ബാക്കി മൈനസ് ലോഗ് 1/3 ആണ് ബാക്കിയുള്ളത്. ശരിയല്ലേ? ഇനി ഈ ഉള്ളിൽ ലോഗ് 1/2 മൈനസ് ലോഗ് 1/3 അവിടെ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ലോഗ് എ മൈനസ് ലോഗ് ബി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ബൈ ബി ആണ്. സോ ആ ഇക്വേഷൻ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി. എ ബൈ ബി എന്ന് പറയുമ്പോൾ 1/2 ഡിവൈഡഡ് ബൈ 1/3. ഇനി എന്ത് ചെയ്യുക? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1/2 ഇൻറ്റു ലോഗ് 1/2 1/3 തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/1. സോ 1/2 ഇൻറ്റു ലോഗ് 1 ഇൻറ്റു 3 3 ആണ്. 2 ഇൻറ്റു 1 2. സോ 1/2 ലോഗ് 3/2 എന്നാണ് ആൻസർ വരിക. ഇത് 3 മാർക്കിന് പ്രീവിയസ്ലി വന്ന ക്വസ്റ്റ്യൻ ആണ്. 1/2 ലോഗ് 3/2. 1/2 ലോഗ് 3/2. ഓക്കെ, കറക്റ്റായിട്ടോ ചെയ്ത് പഠിച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 0 to π/2 sin x ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ 0 to π/2 sin x ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പരിസരത്തുണ്ടോ നോക്കുക. ഇപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്, ഇപ്പോൾ നിങ്ങൾ പലരും ആലോചിക്കും സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഇവിടെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കും. പക്ഷെ കോസ് എക്സ് മാത്രമായിട്ടാണോ നിൽക്കുന്നത്? കോസ് സ്ക്വയർ എക്സ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ പറ്റത്തേ ഇല്ല. കോസ് എക്സ് ഒറ്റയ്ക്ക് കിട്ടണം. പക്ഷെ കോസ് എക്സ് എടുത്താൽ മൈനസ് സൈൻ എക്സ് ആണ്. കോൺസ്റ്റൻറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റ് ഇൻ എനിവേ. അതുകൊണ്ട് അത് പ്രശ്നം വരുന്നില്ല. കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. കോസ് എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ടി എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സൈൻ എക്സ് ഡി എക്സ് ഫോം ചെയ്തെടുക്കണം. സൈൻ എക്സ് ഡി എക്സ്. അപ്പോൾ അതിനുവേണ്ടി മൈനസ് ഇപ്പുറം കൊടുത്താൽ മതി. സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ടി എന്ന് വരും. സൈൻ എക്സ് ഡി എക്സ് എന്താണ്? മൈനസ് ഡി ടി. ഇനി എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇഫ് യു ആർ ഗോയിങ് വിത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വി നീഡഡ് ടു ചേഞ്ച് ദ ലിമിറ്റ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ നമുക്ക് പ്രശ്നമില്ല. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാം. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഫോളോ ചെയ്താൽ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ലിമിറ്റ് മാറ്റണം. അത് മറന്നു പോകരുത്. വി നീഡ് ടു ചേഞ്ച് ദി ലിമിറ്റ്. ലിമിറ്റ് മാറ്റാൻ മറന്നു പോകരുത്. അതായത് നമ്മുടെ ചോദ്യം പൂർണ്ണമായിട്ട് ടിയിലേക്ക് മാറുകയാണ്. ടിയിലേക്ക് മാറുമ്പോഴും നമ്മൾ എക്സിൻ്റെ ലിമിറ്റ് തന്നെയാണോ കൊടുക്കേണ്ടത്? അല്ല, ടിയുടെ ലിമിറ്റാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ടിയുടെ ലിമിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി ഉപയോഗിച്ച സാധനം ഇങ്ങോട്ട് എടുക്കുക. ടി ഇസ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. ഇപ്പോൾ എക്സിന് നിലവിലെ ലോവർ ലിമിറ്റ് കൊടുത്താൽ നമുക്ക് പുതിയ ലോവർ ലിമിറ്റ് കിട്ടും. പുതിയ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഇസ് ഈക്വൽ ടു കോസ്, നിലവിലെ ലോവർ ലിമിറ്റ് 0 ആണ്. കോസ് 0 1. സംശയമുണ്ട് കാൽക്കുലേറ്ററിൽ നോക്കാം. കോസ് 0 1 ആണ്. പുതിയ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവിലെ അപ്പർ ലിമിറ്റ് π/2 ആണ്. അത് എക്സിന് കൊടുക്കുക. കോസ് π/2. കോസ് 0 0 ആണ്. സോറി, കോസ് 0 1 ആണ്. കോസ് 90 0 ആണ് അല്ലേ? കോസ് 90 0 ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെ മാറാൻ പോവാ? ക്വസ്റ്റ്യൻ ലിമിറ്റ് ഉൾപ്പെടെ കംപ്ലീറ്റ് അടിമുടി മാറാൻ പോവാണ് നമ്മുടെ ചോദ്യം.
ഇൻ്റഗ്രൽ 0 to π/2 എന്നുള്ളത് ലോവർ ലിമിറ്റ് 1, അപ്പർ ലിമിറ്റ് 0, 1 to 0 എന്ന് മാറും. സൈൻ എക്സ് ഡി എക്സ് എന്നുള്ളത് മൈനസ് ഡി ടി ആയിട്ട് മാറും. 1 പ്ലസ് കോസ് എക്സ് എന്നുള്ളത് ടി ആയിട്ട് മാറും. ഇപ്പോൾ 1 പ്ലസ് ടി സ്ക്വയർ. കണ്ടോ? അപ്പോൾ ആ സൈനിലും കോസിലും 0യും π/2 ഒക്കെ നിന്ന ചോദ്യം അടിമുടി മാറി. ഇനി ആ മൈനസ് ഇങ്ങോട്ട് പുറത്തിടാം. ഇൻ്റഗ്രൽ 1 to 0 1/1 പ്ലസ് ടി സ്ക്വയർ ഡി ടി. ഈ ഇൻ്റഗ്രേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. 1/1 പ്ലസ് ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താ? ആരുടെ ഡെറിവേറ്റീവ് ആണ് 1/1 പ്ലസ് ടി സ്ക്വയർ? ടാൻ ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് ആണ് 1/1 പ്ലസ് ടി സ്ക്വയർ. അപ്പോൾ 1/1 പ്ലസ് ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് ടി ഓവർ ദ ലിമിറ്റ് 1 to 0. സോ മൈനസ് ഓഫ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ടിയുടെ സ്ഥാനത്തോട്ട് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടാൻ ഇൻവേഴ്സ് 0 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ടിക്ക് 1 കൊടുക്കണം. ടാൻ ഇൻവേഴ്സ് 1. ഓക്കെ. സോ മൈനസ് ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/4. മൈനസ് ഓഫ് മൈനസ് π/4 പ്ലസ് π/4 വരും ആൻസർ. ക്ലിയർ അല്ലേ? മൈനസ് ഓഫ് മൈനസ് π/4 എന്താവും? പ്ലസ് π/4 ആവും. സംഭവം സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 2 മാർക്കിന് വന്ന ചോദ്യമാണ്. ഒറ്റ സ്റ്റെപ്പിൽ 2 മാർക്ക് കൈ നിൽക്കും. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് ഏത് ഫോർമറ്റാ? ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഈ രൂപത്തിൽ നിൽക്കുന്ന ചോദ്യമാണ് അല്ലേ? ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ്. ആൻസർ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് സി. സോ ആൻസർ എന്ത് വരും? ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ആരാ? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇ റൈസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് സി ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണ് എന്നാണ് ചോദ്യം അല്ലേ? ഈ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് വരുന്ന ആൾ ആരാണ് എന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ ശ്രദ്ധിച്ചേ. ലോഗ് ഡിനോമിനേറ്റർ ആണ് ആൻസർ അല്ലേ? ഈ ഡിനോമിനേറ്റർ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. ലോഗ് ഡിനോമിനേറ്റർ വരണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടായിരിക്കണം. ശരിയല്ലേ? ആൻസർ ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടായിരിക്കണം. ശരിയാണല്ലോ? അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ വരേണ്ടത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ? സീക്ക് സ്ക്വയർ എക്സ് അല്ലേ? സീക്ക് സ്ക്വയർ എക്സ്. ഓപ്ഷൻ ബി സീക്ക് സ്ക്വയർ എക്സ് ആണ് ആൻസർ വരിക. ഫോർമാറ്റ് ഓർമ്മയുണ്ടല്ലോ. ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ടെങ്കിൽ ആൻസർ ലോഗ് മോഡ് ഡിനോമിനേറ്റർ. ശരിയല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. 2 മാർക്കിൻ്റെ ചോദ്യം. ശ്രദ്ധിച്ചിരിക്കുക. ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ചോദ്യം എങ്ങനെയാണ്? ഇൻ്റഗ്രൽ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡി എക്സ്. ഇങ്ങനെയാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2വിനെ നമ്മളിങ്ങനെ എഴുതണം. എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 ഇങ്ങനെ എഴുതണം. ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഡിനോമിനേറ്റർ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് മാത്രമാവും. എ ഇൻറ്റു എക്സ് പ്ലസ് 1 വെട്ടിപ്പോയി ബാക്കി എക്സ് പ്ലസ് 2 ആവും. ബി ഇൻറ്റു എക്സ് പ്ലസ് 2 പോയി ബാക്കി എക്സ് പ്ലസ് 1 ആവും. ഈ സ്റ്റെപ്പ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഡിനോമിനേറ്റർ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇതെല്ലായിടത്തും വരും. ഇവിടെയും വരും എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇവിടെയും വരും എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ശരിയല്ലേ? സോ ഇവിടെ എക്സ് പ്ലസ് 1ഉം എക്സ് പ്ലസ് 1ഉം എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 2 വെട്ടും. ഇവിടെ എക്സ് പ്ലസ് 1 മാത്രം വെട്ടും. ഇവിടെ എക്സ് പ്ലസ് 2 മാത്രം വെട്ടും. അപ്പോൾ ബാക്കിയുള്ളത് എ ഇൻറ്റു എക്സ് പ്ലസ് 2 ഇവിടെ വരും. ബി ഇൻറ്റു എക്സ് പ്ലസ് 1 ഇവിടെ വരും.
ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എയുടെ വില കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ബി ക്യാൻസലായി പോകണം. ബി ക്യാൻസലായി പോകണമെങ്കിൽ എക്സിന് -1 കൊടുക്കണം. കാരണം -1 + 1 0 അല്ലേ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു -1, എക്സിൻ്റെ പ്ലേസിലോട്ട് എന്ത് കൊടുക്കുക, -1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, -1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു -1 + 2 ശരിയല്ലേ. എ ഇൻറ്റു എക്സിന് -1 കൊടുത്താൽ -1 + 2, -1 + 1 0 ആയി പോകും. സോ -1 ഇസ് ഈക്വൽ ടു 2 ൽ 1 കുറച്ച് 1 എന്ന് പറഞ്ഞാൽ എ. അപ്പം -1 ഇസ് ഈക്വൽ ടു എ എന്നുള്ള ഒരു സംഭവം നമുക്ക് കിട്ടി. ഇനി എ ക്യാൻസലായി പോകണമെന്നുണ്ടെങ്കിൽ എക്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, -2 കൊടുക്കണം. എങ്കിലേ -2 + 2 0 ആവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു -2 അടുത്തത്. സോ -2 ഇസ് ഈക്വൽ ടു എ എഴുതേണ്ട ആവശ്യമില്ല, -2 + 2 0 ആവും. ബി ഇൻറ്റു -2 + 1. സോ -2 ഇസ് ഈക്വൽ ടു -2 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്, -b ആണ്. മൈനസും വെട്ടി 2 ഇസ് ഈക്വൽ ടു ബി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എയും കിട്ടി ബിയും കിട്ടി ശരിയല്ലേ. എയും കിട്ടി ബിയും കിട്ടി. ആ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് വരിക, therefore integral x by x plus 1 into x plus 2 dx എന്നുള്ള ചോദ്യം a by ഇൻ്റഗ്രൽ a by എന്നുള്ളത് എന്താവും, എയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എയുടെ സ്ഥാനത്ത് -1 by x plus 1 plus b by ബിയുടെ സ്ഥാനത്ത് എന്താണ് 2 by x plus 2, ഇത്ര എന്താവും dx. a by x plus 1 നമ്മളിത് ആദ്യമേ എഴുതിയത് എങ്ങനെയാണ്, ഈ x by x plus 1 into x plus 2നെ x by x plus 1 into x plus 2 ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നു, a by x plus 1 plus b by x plus 2 എന്ന് എഴുതിയിരുന്നു അല്ലേ. ആ എക്കും ബിക്കും വാല്യൂ കൊടുക്കുകയാണ് ചെയ്തത്. എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ 2. സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആൻസറായി -x plus 1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1, അത് മുകളിലുണ്ടല്ലോ. ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്, ആൻസർ ലോഗ് ഡിനോമിനേറ്റർ. 2 മാറ്റി നിർത്തി. x plus 2ൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ, എക്സിൻ്റെത് 1, 2ൻ്റെ 0, 1 + 0 1. ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിലുണ്ട്, ആൻസർ ലോഗ് ഡിനോമിനേറ്റർ ലോഗ് മോഡ് x plus 2. ആഫ്റ്റർ ഇൻ്റഗ്രേഷൻ സി ആഡ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. ഇത്രയും മതി, 2 മാർക്ക് കൈ നിൽക്കും. ഓക്കെ അല്ലേ. അടുത്തത് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 4 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് വിശേഷിപ്പിക്കാം. ഇതാണ് ചോദ്യം. ഇൻ്റഗ്രൽ 0 to π/4 log 1 + tan x dx. ഇൻ്റഗ്രൽ 0 to π/4 log 1 + tan x dx. നമ്മളൊരു റിസൾട്ട് ഓർത്തിരിക്കണം. ഇപ്പോൾ ഇൻ്റഗ്രൽ 0 to a f of x dx ആണ് എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ 0 to a f of a minus x dx എന്ന് എഴുതാം. 0 to a f of x dx ആണെങ്കിൽ 0 to a അപ്പർ ലിമിറ്റ് -x, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ a ആണ്. സോ a minus x dx എന്ന രീതിയിൽ എഴുതാൻ പറ്റും. അതായത് അതേ ചോദ്യത്തിൽ തന്നെ x കാണുന്ന സ്ഥലത്തോട്ട് അപ്പർ ലിമിറ്റ് -x ആക്കാം ശരിയല്ലേ. അപ്പോൾ ഇതെന്ത് വരും, 0 to π/4 log of 1 + tan, ആ x കാണുന്ന സ്ഥലത്തോട്ട് അപ്പർ ലിമിറ്റ് π/4 ആണ് -x അല്ലേ. x കാണുന്ന സ്ഥലത്തോട്ട് അപ്പർ ലിമിറ്റ് -x ആക്കാം. ശരിയാണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/4 log of 1 + tan of a minus b അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്താണ് tan of a minus b? നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. tan of a minus b നമ്മൾ +1 പഠിച്ചിട്ടില്ലേ. tan a minus tan b divided by 1 + tan a tan b. ഓക്കെ, അത് അപ്ലൈ ചെയ്യുമ്പോൾ tan π/4 minus tan x divided by 1 + tan π/4 into tan x. അത്രയും എന്താണ് dx. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഈസ് ഈക്വൽ ടു tan π/4 കാണുന്ന സ്ഥലത്ത് അഥവാ tan 45 കാണുന്ന സ്ഥലത്തോട്ട് നമുക്ക് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. ശരിയല്ലേ? tan 45 കാണുന്ന സ്ഥലത്തോട്ട് 1 കൊടുക്കാം. സോ ആദ്യമേ ഈ ചോദ്യത്തിനെ ഞാൻ I എന്നുള്ളൊരു പേരിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇൻ്റഗ്രൽ 0 to π/4 log ഓഫ് 1 പ്ലസ് tan 45 1 ആണ്. സോ 1 മൈനസ് tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇവിടെയും tan 45 1 ആണ്. 1 ഇൻറ്റു tan x എന്ന് പറഞ്ഞാൽ tan x. അത്ര എന്താണ്? dx. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/4 log ഓഫ് ക്രോസ് ചെയ്താൽ 1 പ്ലസ് tan x പ്ലസ് 1 മൈനസ് tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan x dx. അപ്പോൾ അവിടെ പ്ലസ് tan x മൈനസ് tan x വെട്ടാം. ഇൻ്റഗ്രൽ 0 to π/4 log ഓഫ് ഇനി മുകളിൽ 1 പ്ലസ് 1 ആണ്. 1 പ്ലസ് 1 2 ആണ്. 2 ബൈ 1 പ്ലസ് tan x dx എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം? ലോഗ് ഓഫ് എ ബൈ ബി അപ്ലൈ ചെയ്യാം. നമുക്കറിയാം ലോഗ് ഓഫ് എ ബൈ ബി എന്താണ്? ലോഗ് ഓഫ് എ ബൈ ബി എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബി ആണ് അല്ലേ? ഈ ഐഡൻറ്റിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? ഇൻ്റഗ്രൽ 0 to π/4 ലോഗ് എ എന്ന് പറയുമ്പോൾ ലോഗ് 2 മൈനസ് ലോഗ് ബി എന്ന് പറയുമ്പോൾ ലോഗ് 1 പ്ലസ് tan x dx. ഇനി നമ്മളിത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോഗ് 2-ന് നമ്മൾ ഇൻ്റഗ്രലും ഡി എക്സും കൊടുക്കും. ലോഗ് 1 പ്ലസ് tan x-നും ഇൻ്റഗ്രലും ഡി എക്സും കൊടുക്കും. അപ്പോൾ എന്താണ് വരിക? ഇൻ്റഗ്രൽ 0 to π/4 ലോഗ് 2 dx മൈനസ് ഇൻ്റഗ്രൽ 0 to π/4 ലോഗ് 1 പ്ലസ് tan x dx. എടാ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഈ ഇൻ്റഗ്രൽ 0 to π/4 ലോഗ് 1 പ്ലസ് tan x dx അതാരാ? ഇൻ്റഗ്രൽ 0 to π/4 ലോഗ് 1 പ്ലസ് tan x dx ആരാ? അതായിരുന്നു നമ്മുടെ ചോദ്യം അല്ലേ? അതായിരുന്നു നമ്മുടെ ചോദ്യം. അവനെ നമ്മൾ I എന്ന് വിളിച്ചിരുന്നു. അതേ സെയിം സാധനം തന്നെയല്ലേ ഇവിടെ വന്നേക്കുന്നത്? ഇൻ്റഗ്രൽ 0 to π/4 ലോഗ് 1 പ്ലസ് tan x dx. അതിന് പകരം നമുക്കിനി എന്ത് കൊടുക്കാം? I കൊടുത്തൂടെ? ശരിയല്ലേ? ഇൻ്റഗ്രൽ 0 to π/4 ലോഗ് 1 പ്ലസ് tan x dxന് പകരം നമുക്ക് I കൊടുത്തൂടെ? സോ അതിന് പകരം നമ്മൾ I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരുമോ നോക്കിക്കേ. ശ്രദ്ധിച്ചിരിക്കണേ, ബാക്കി സ്റ്റെപ്പുകൾ നോക്കിയോളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു, സോ ഇവിടെ I ഉണ്ട് നമുക്ക്. I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/4 ലോഗ് 2 dx മൈനസ് I എന്ന് വരും. മൈനസ് I ഇപ്പുറം എടുത്താൽ I പ്ലസ് I ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/4 ലോഗ് 2 dx. ലോഗ് 2 പുറത്തെടുത്താൽ ലോഗ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/4 dx. I പ്ലസ് I എന്ന് പറഞ്ഞാൽ 2I ഇസ് ഈക്വൽ ടു ലോഗ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ x ആണ്. അറിയാലോ, ഓവർ ദ ലിമിറ്റ് 0 മുതൽ π/4 വരെ. അപ്പർ ലിമിറ്റ് കൊടുത്താൽ π/4, ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് കൊടുക്കണ്ട. ഓൾറെഡി അവിടെ ലോഗ് 2 ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് 2I ആണ്. I കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2 ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓൾറെഡി താഴെ ഒരു 4 ഉണ്ട്. വരുന്ന രണ്ടും കൂടെ ചേർന്ന് 8 ആവും അല്ലേ? π/8 ലോഗ് 2. I ഇസ് ഈക്വൽ ടു π/8 ലോഗ് 2. I എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യമാണ്. അതായത് ഇൻ്റഗ്രൽ 0 to π/4 ലോഗ് 1 പ്ലസ് tan x dx ഇസ് ഈക്വൽ ടു എന്തായി ആൻസർ? π/8 ലോഗ് 2 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നന്നായിട്ട് മനസ്സിലാക്കി എഴുതി പഠിക്കുക. 4 മാർക്കാണ് ഈ ചോദ്യത്തിനുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ e⁻x ഇൻറ്റു sin x dx. ഈ ഒരു ചോദ്യം കൂടെ കൊണ്ട് ക്ലാസ് അവസാനിക്കുകയാണ്. ഇൻ്റഗ്രൽസിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം അപ്പോൾ കവറാവും. ഇൻ്റഗ്രൽ e⁻x ഇൻറ്റു sin x dx എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നമ്മൾ പറയാൻ ബാക്കിയുള്ള ഒരേ ഒരു ടൈപ്പ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നാണ് ഇത് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്? എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത്? നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്.
അതായത് ഇൻ്റഗ്രൽ ഓഫ് എ പ്രോഡക്റ്റ്. ഇതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രോഡക്റ്റ് റൂൾ ഇൻ ഇൻ്റഗ്രേഷൻ എന്നും വിളിക്കാം. എന്താണ്? പ്രോഡക്റ്റ് റൂൾ ഇൻ ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷനകത്തെ പ്രോഡക്റ്റ് റൂൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. റൂള് പറയുന്നത് ഇതാണ്: ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്, ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. ഓക്കെ, ഇത് പറഞ്ഞു പഠിക്കാൻ നല്ലപോലെ. ഇൻ്റഗ്രൽ ഓഫ് എ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്. ഇനി ഈ ഫസ്റ്റായിട്ടും സെക്കൻഡായിട്ടും ചൂസ് ചെയ്യുന്നതിന് ഒരു നിയമമുണ്ട്. ആ നിയമത്തിനെ നമ്മൾ ഐലേറ്റ് എന്ന് വിളിക്കും. ഐലേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഐ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്. എൽ എന്ന് പറഞ്ഞാൽ ലോഗരിതമിക്. എ എന്ന് പറഞ്ഞാൽ ഓൾജിബ്രൈക്ക്. ടി എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രിക്. ഇ എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ. ഈ ഓർഡറിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആലോചിച്ചോ, എക്സ്പൊണൻഷ്യൽ വന്നാൽ അവൻ ലാസ്റ്റ് പോകണം. ഇവിടെ എക്സ്പൊണൻഷ്യൽ ഉണ്ടല്ലോ, അപ്പോൾ ഇത് സെക്കൻഡായിട്ട് വേണം ചൂസ് ചെയ്യാൻ. ട്രിഗണോമെട്രിക്കിന് ശേഷമാണ് എക്സ്പൊണൻഷ്യൽ വരേണ്ടത്, അല്ലേ? ട്രിഗണോമെട്രിക്കിന് ശേഷമാണ് എക്സ്പൊണൻഷ്യൽ വരേണ്ടത്, അല്ലാതെ എക്സ്പൊണൻഷ്യൽ കഴിഞ്ഞല്ല ട്രിഗണോമെട്രിക്ക് വരേണ്ടത്. അപ്പോൾ ഈ ഓർഡർ പ്രകാരം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇൻ്റഗ്രൽ. അപ്പോൾ ഈ ഓർഡർ പ്രകാരം, ഐലേറ്റ് നിയമം പ്രകാരം ട്രിഗണോമെട്രിക്ക് ആദ്യം വരണം. അപ്പോൾ സൈൻ എക്സിന് ആദ്യം മുൻഗണന കൊടുത്തു. സൈൻ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് എക്സ്പൊണൻഷ്യൽ അവൻ രണ്ടാമത് വരും, ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഇനി നിയമം അപ്ലൈ ചെയ്തോ. നിയമം അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് തന്നെ, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് തന്നെ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം ഞാൻ ഐ എന്നുള്ള പേരിട്ട് വിളിക്കുന്നുണ്ടേ. യെസ്, അപ്പോൾ എഗെയിൻ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരുന്നു? ഐലേറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. നോക്കാം. അപ്പോൾ ഇ റൈസ് ടു എക്സ് ആദ്യം എഴുതാം, അതിനുശേഷം സൈൻ എക്സ് എഴുതാം. ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ്. ഓക്കെ, ഐലേറ്റ് പ്രകാരം ട്രിഗണോമെട്രി ശേഷമാണ് എക്സ്പൊണൻഷ്യൽ. കറക്റ്റ് ഓർഡറിലാണ് കിടക്കുന്നത്. നേരെ റൂൾ അപ്ലൈ ചെയ്യുന്നു. റൂളിനകത്ത് രണ്ട് ടേംസ് വരുന്നുണ്ട്, അതുകൊണ്ട് ബ്രാക്കറ്റ് നിർബന്ധമായി ഉപയോഗിക്കുന്ന കാര്യം മറന്നു പോകരുത്. മൈനസിന് ശേഷം ഒന്നിലധികം ടേംസ് വന്നാൽ ബ്രാക്കറ്റ്. ഫസ്റ്റ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് തന്നെ. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? സോ this is equal to e raised to x into sin x minus ബ്രാക്കറ്റിനുള്ളിൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് നമുക്ക് ആദ്യം എഴുതാം. ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇനി നിങ്ങൾ നോക്കിക്കോ, രണ്ട് മൈനസുകൾ ചേർന്ന് പ്ലസ് ആക്കാം, അല്ലേ? രണ്ട് മൈനസുകൾ ചേർന്ന് പ്ലസ് ആക്കി ഇൻ്റഗ്രൽ ഒരു ഇ റൈസ് ടു എക്സ് ആദ്യം എഴുതാം, അതിനുശേഷം സൈൻ എക്സ്, ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് ആരാ? ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് ആരാ? ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് ആരാ? ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് നമ്മുടെ ചോദ്യമാണ്. ചോദ്യത്തിനെ ഞാൻ ഐ എന്ന് വിളിച്ചിരുന്നു, അല്ലേ? ചോദ്യത്തിനെ ഞാൻ ഐ എന്ന് വിളിച്ചിരുന്നു. ഇനി ആ ചോദ്യത്തിൻ്റെ സ്ഥാനത്തോട്ട് ഐ തിരിച്ചു കൊടുക്കാൻ പോവാം. അപ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് ഉള്ളിലേക്ക് കൊടുക്കണേ, മൈനസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് ഇൻറ്റു പ്ലസ്. ഇപ്പോൾ മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറയുന്നത് മൈനസ് ആവും, അല്ലേ? മൈനസ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് എന്നുള്ളത് ഐ ആവും, ശരിയല്ലേ? ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ് ഐ ആവും. ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ ഐ ഉണ്ട്, ഇനി ആ ഐ നേരെ ഇപ്പുറം വരും. ഐ നേരെ ഇപ്പുറം വരുമ്പോൾ ഐ പ്ലസ് ഐ എന്ന് വരും. ദാറ്റ് ഈസ് ഇ റൈസ് ടു എക്സിനെ പുറത്തെടുത്താൽ ബാക്കി
സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഇൻ്റഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ഒരു സി ആഡ് ചെയ്യുന്ന കാര്യം മറന്നു പോരുതേ, ഒരു പ്ലസ് സി കൊടുത്തോണേ, പ്ലസ് സി. ഓക്കെ, ഐ പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? 2i ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി. അവിടുന്ന് ഐ കിട്ടുമല്ലോ, 2 ഇപ്പുറം കൊണ്ട് ഹരിച്ചാൽ പോരെ. 1/2 ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ ചോദ്യം അല്ലേ? സോ ചോദ്യത്തിൻ്റെ ഉത്തരവായല്ലോ, ഹാഫ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സും നല്ല രീതിയിൽ നോക്കുക. എല്ലാ ഏരിയയും ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം ഫ്രെയിം ചെയ്യുന്നത്. കാരണം എല്ലായിടത്തു നിന്നും 2-3 മാർക്കും വെച്ച് കിട്ടി ഏകദേശം 10 മാർക്ക് സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇൻ്റഗ്രൽസിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ല ഉയർന്ന മാർക്ക് നേടി എല്ലാവരും പാസ്സാവുക. അപ്പോൾ ഇൻ്റഗ്രൽസ് ഇതോടുകൂടി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പിടി നല്ല ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടി മനസ്സിലായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ശരത് സൈനിങ് ഔട്ട്.